ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പോയി അപ്പോൾ നിങ്ങളതിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഇതെല്ലാം കൂടി ഇതിനകത്തോട്ടായി പോവും. എന്നിട്ട് വീണ്ടും ഉണ്ടല്ലോ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുക്കുകയെന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് നല്ല ബലത്തിൽ തന്നെ പിഴിഞ്ഞെടുത്താലേ ഇതിൻ്റെ ആ ഒരു നൂറ് അതിനകത്തുനിന്ന് കിട്ടത്തുള്ളൂ. ഇനി വെള്ളത്തിലോട്ട് ഇറക്കിയും കൂടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് ഒരു ഇച്ചിരി മെനക്കേടുണ്ട്, എന്നാലും നമുക്ക് നന്നായിട്ട് പായസം ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇതിപ്പോൾ നമ്മൾ പൊടിയായിട്ട് നമ്മൾ ഉണക്കിയൊന്നും എടുക്കണ്ട, അത്ര പാടില്ല. ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ എടുക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് പിഴിയുന്നതുകൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ ഒത്തിരി അങ്ങ് പ്രയാസപ്പെട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന 100 മതിയെങ്കിൽ അത് വെച്ചിട്ടായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പായസം ഉണ്ടാക്കാം. അപ്പോൾ ദേ ഞാൻ കണ്ടോ ഇത്രയൊന്ന് അരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ചണ്ടി. ഇതിനി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും മിക്സിക്കകത്ത് ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വീണ്ടും പിഴിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതാണ് ഏകദേശം നമുക്ക് കിട്ടിയിട്ടുള്ള അതിൻ്റെ ഒരു 100. ഇനി ഇത് ഒരു 3-4 മണിക്കൂർ വെച്ചിരിക്കണം. ഇനി താഴോട്ട് ഇതിൻ്റെ ഒരു പൊടി അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ മുകളിലുള്ള ഒരു കലക്കൽ വെള്ളം എല്ലാം കളഞ്ഞിട്ട് എടുത്ത് വെച്ചതാണ്. ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് അതിനുള്ളിലെ പൊടിയൊക്കെ കാണാൻ സാധിക്കുന്നില്ലേ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് വീണ്ടും അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ കൂവയുടെ 100 അടിയിൽ കിടക്കുന്ന ആ കൂവയുടെ 100 നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ, ആ താഴെയുള്ളതാണ് ആ ഒരു കൂവയുടെ 100. ഇത് നിങ്ങൾക്ക് പൊടിയായിട്ട് എടുക്കണമെങ്കിൽ ഇതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇത് വെയിലത്ത് വെച്ച് ഈ ഒരു പാത്രത്തോടെ തന്നെ ഉണക്കിയാൽ മതിയാവും. എന്നിട്ട് നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ സ്പൂണ് വെച്ചിട്ട് ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള കൂവപ്പൊടി റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് നമ്മളിപ്പം ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എടുക്കാമല്ലോ. ഇത് ഞാൻ ആ മേളിലെ വെള്ളമെല്ലാം ഫുള്ളായിട്ട് തന്നെ ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് കലക്കി വെച്ചിരിക്കുവാണ്. കാരണം ഇത് പായസം ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടതല്ലേ. ഇത് കുറച്ച് നേരം വെച്ചിരുന്നാലും കണ്ടില്ലേ, ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട കട്ടയായിട്ട് വരും. ഈ അരിപ്പൊടിയുടെ ഒക്കെ കൂട്ട് തന്നെയാണ് ഇത് ആയി കിട്ടുന്നത്. അപ്പോൾ ഇനി ഇത് പായസം ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തേങ്ങ അരച്ച് ചേർക്കാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ തേങ്ങ പാലെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ഡയറക്റ്റായിട്ട് തന്നെ ചിരകി ചേർക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ ചേർത്തിട്ടൊന്ന് കലക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കൂവപ്പൊടി കൂവ അരച്ചത് മാത്രമായിട്ടാണെങ്കിൽ നമുക്ക് പായസം ഉണ്ടാക്കാം, പക്ഷേ ഒരു കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചേർത്തന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് ഏലയ്ക്ക പഞ്ചസാര ചേർത്തൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രം മതി. നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. അത് ഉരുളിയോ ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ ചരുവോ അല്ലെങ്കിൽ മൺപാത്രം എന്തെങ്കിലും എടുക്കാം. അതിനകത്തോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. തേങ്ങ ചതച്ചത്, അതുപോലെ തന്നെ കൂവ അരച്ചത്, ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം ഈ കൂവ പെട്ടെന്നാണ് അടിയിൽ കട്ടയായി കിടക്കുന്നത്. ഇനി നമുക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഏകദേശം ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ശർക്കര, ഞാൻ കണ്ടത് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഇത്രയും ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്. അതിനകത്തോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കണം. ഒത്തിരി അങ്ങ് കട്ടയായിട്ടുള്ള ശർക്കരപ്പാനി വേണ്ട, കുറച്ച് ലൂസായിട്ടുള്ളത് മതി, കാരണം ഇതിനകത്ത് നമുക്ക് കൂവയൊക്കെ ചേർക്കാനുള്ളതല്ലേ. ഇത് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തുണ്ട്, അത് എണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതേ കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട് ഈ തേങ്ങാക്കൊത്തൊക്കെ വറക്കുമ്പോൾ. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനായിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൂവയെല്ലാം നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ളത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പായസം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൂവയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്നാണ് ഇതിൻ്റെ ഒരു 100 കട്ടിയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ചൂടായി കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഈ ഒരു ശർക്കരപ്പാനി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇനി ഈ ഒരു ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് നന്നായിട്ട് ഈ ഒരു കൂവ വെന്ത് വരട്ടെ. അപ്പോൾ ഈ ഒരു ശർക്കര കറുത്ത ശർക്കരയല്ല, ഇതൊരു വെള്ള കളറിലെ ആയതുകൊണ്ടാണ് ഇതിന് അധികം കളർ കാണാത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം.
ഏകദേശം ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പായസം റെഡിയായിട്ട് കിട്ടുന്നതാണ്. ഈ ദീപാവലിയൊക്കെ ആവുന്ന സമയത്ത് രാവിലെ സാധാരണ ഇവിടെ ചെയ്യാറ് ചേമ്പ്, ചേന ഇതൊക്കെ പുഴുങ്ങി കഴിക്കലാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു പായസം ഉണ്ടാക്കുന്നത് മാത്രം. പിന്നെ തിരുവാതിര സമയത്തൊക്കെയാണ് ഇത്, ധനുമാസത്തിലെ തിരുവാതിരയുടെ സമയത്താണ് ഈ പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂവയൊക്കെ ചേർക്കാറുള്ളത്. ആ ഒരു സമയത്തൊക്കെ ഒത്തിരി വിശേഷമുള്ളതാണ്. അതുപോലെ തന്നെ കൂവ വിരകിയത്, അങ്ങനെ കൂവ പായസം, ഇതൊക്കെ ആ ഒരു ധനുമാസത്തിലാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മൾ ദീപാവലി ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കൂവയും കൂടി ഉള്ളതുകൊണ്ട് പറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് മാത്രം. അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് അത്യാവശ്യം ലൂസായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൽവ പോലെ വരട്ടിയെടുക്കാം. ഈ കൂവ വയറുവേദന, വയറിളക്കം ഇവയ്ക്കെല്ലാം ഒരു ഉത്തമ പരിഹാരമാണ്. ഇതിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം, ഫോസ്ഫറസ്, അയൺ, കാൽസ്യം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ക്ഷീണമൊക്കെ മാറാൻ നല്ലതാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ ഇങ്ങനെ ആയി കിട്ടും. ഇതിലേക്ക് നമ്മൾ ഏലക്കയും കൂടെ പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള, എമ്മി ആയിട്ടുള്ള, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കൂവ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് ദീപാവലി വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ മറ്റ് വീഡിയോസും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം.